ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ഫ്രീഡം ലഭിക്കണമെങ്കിൽ ലൈഫിൽ പാസീവ് ഇൻകത്തിലോട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ് നമുക്കറിയുന്നതാണ്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ 9 to 5 ജോബ് നമ്മൾ ചെയ്യുമ്പോൾ, ജോലി ചെയ്താൽ മാത്രം നമുക്ക് ഇൻകം ലഭിക്കുന്നതാണ് ആക്റ്റീവ് ഇൻകം. മെജോറിറ്റി മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ സാധാരണ ഫാമിലിയിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആക്റ്റീവ് ഇൻകം വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ദെൻ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജോലി ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട്, നമ്മുടെ ബാങ്കിലോട്ട് നമുക്ക് പൈസ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ 5 പാസീവ് ഇൻകം സോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ സിയസ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഇതിൽ ആദ്യത്തെ പാസീവ് ഇൻകം ആയിട്ട് പറയാനുള്ളത് യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബ് വരുമാനം. എനിക്ക് മെയിനായിട്ട് 3 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. മെയിൻ ചാനൽ KCS ക്ലാസ്സസ് ആണ്. 66.7K സബ്സ്ക്രൈബേഴ്സ് വരുന്ന നമ്മുടെ മെയിൻ ചാനൽ. രണ്ടാമത് വരുന്നത് നമ്മുടെ ഈ ചാനൽ KCS എഡ്യു ആൻഡ് എംപ്ലോയ്മെന്റ്. ദെൻ മൂന്നാമത് വരുന്നത് KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇങ്ങനെ 3 ചാനൽസ് ആണ് വരുന്നത്. സോ ഇതിൽ മെയിൻ ചാനലായിട്ടുള്ള KCS ക്ലാസ്സസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റവന്യൂ ലഭിക്കുന്നത്. അതിലൂടെ നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്, അത് ഡിഗ്രി മുതൽ BCom, BBA, MCom, MBA, അതുപോലെ തന്നെ UGC, നെറ്റ് മാനേജ്മെന്റ് കോഴ്സസ്, ദെൻ കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ആണ് നമ്മൾ അതിലൂടെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിലൂടെ കൊടുക്കുന്നു. പിന്നെ IGNO, അതുപോലെ തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് KCS ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വീഡിയോസ് കാണുന്നു അതിന്റെ ബേസിൽ, വ്യൂസ് കൂടുന്നതിന്റെ ബേസിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ആഡ്സെൻസിലൂടെ വരുമാനം ലഭിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആൾക്കാർ ആ വീഡിയോസ് കാണുന്നോ അതനുസരിച്ചിട്ട് എനിക്ക് ഇൻകം ലഭിക്കും. സോ ഇതൊരു പാസീവ് ഇൻകം ആണ്. വൺ ടൈം എഫേർട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഇത് എത്ര നാൾ വേണമെങ്കിൽ പല ആൾക്കാരും ഇത് കണ്ടുകൊണ്ടേയിരിക്കും. എത്രത്തോളം ആൾക്കാർ കൂടുതൽ കാണുന്നു അത്രത്തോളം നമുക്ക് വരുമാനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ കണ്ടന്റ് ക്രിയേഷനിലൂടെ പാസീവ് ഇൻകം നേടാം എന്നുള്ളത് 2026 ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും ഇതിന്റെ സാധ്യത അപാരമാണ്. നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കും. സോ ഇതാണ് ആദ്യത്തെ സോഴ്സ് ആയിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് എൻ്റെ മെയിൻ ബിസിനസ് ആണ്, നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് KCS കെയർ. അതിലൂടെ ഞാൻ ഓൺലൈനായിട്ട് കോഴ്സസ് സെല് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നു. അപ്പോൾ ഓൺലൈൻ കോഴ്സസ് കൊടുക്കുകയാണ്. അതാണ് എൻ്റെ സ്വന്തം സ്ഥാപനം, എൻ്റെ ബിസിനസ്സാണ്. സോ അതിൽ നിന്നാണ് ഞാൻ രണ്ടാമതായിട്ട് ഇൻകം ഏൺ ചെയ്യുന്നത്. സോ അതും പാസീവ് ഇൻകം ആണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള ക്ലാസ്സസ്, അത് ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ള ക്ലാസ്സസ് എനിക്ക് ഒരുപാട് കുട്ടികൾക്ക് വീണ്ടും സെല് ചെയ്യാൻ സാധിക്കുന്നു. ഓൺലൈൻ കോഴ്സിന്റെ പ്രത്യേകത അതാണ്. സോ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ 9 to 5 ജോബ് ചെയ്താൽ മാത്രമേ എനിക്ക് സാലറി ലഭിക്കുള്ളൂ. ബട്ട് എൻ്റെ സ്വന്തം സ്ഥാപനം അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് മാറ്റി. എനിക്ക് സ്വന്തം ആപ്പ് ഉണ്ട്. ആപ്പിലൂടെ ക്ലാസ്സസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? വൺ ടൈം എഫേർട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കോഴ്സസ് ഒരുപാട് കുട്ടികളിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഓൺലൈൻ കോഴ്സസിന്റെ പ്രത്യേകത. സോ നമ്മുടെ ആപ്പിന്റെ പേരാണ് KCS ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ പാസീവ് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ടെങ്കിലും ആ സ്കില്ലിനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള അപാര സാധ്യതകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത്. ഓക്കെ, മൂന്നാമതായിട്ട് പറയാനുള്ളത് ബുക്കാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ നമുക്ക് ബുക്ക് പ്രിന്റഡ് ഫോമിൽ നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുന്നു, ആ പരിപാടിയാണ്. ബുക്കിന്റെ പ്രസക്തി എന്താ? ഓൺലൈനായിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ബുക്ക്, അതിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെ സെപ്പറേറ്റ് ഗൈഡുകൾ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പല സബ്ജക്റ്റിന്റെയും ബുക്കുകൾ ബുക്കായിട്ട് ഞാൻ എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോം, എൻ്റെ KCS ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സസ് മാത്രമല്ലാണ്ട് ബുക്കും ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണത്. നമ്മുടെ ആപ്പിലൂടെ കുട്ടികൾക്ക് അത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. എക്സാമിൻ്റെ സമയത്ത് കാര്യങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതും വൺ ടൈം എഫേർട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരുപാട് കുട്ടികളിലോട്ട് എത്തിക്കാൻ സാധിക്കും. അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സാധാരണ ട്രഡീഷണൽ സ്റ്റൈലിനെ വെച്ച് നോക്കുമ്പോൾ, ട്രഡീഷണൽ ആകുമ്പോൾ നമ്മൾ ഒരുപാട് എമൗണ്ട് പ്രിന്റിങ്ങിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും.
ഇ ബുക്ക് ആകുമ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികളിലോട്ട് അത് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഇനി നാലാമതായിട്ട് പറയാനുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൂടെ നമുക്ക് മറ്റ് പ്രോഡക്ട്സിനെ അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റ് പ്രോഡക്ട്സിനെ ടാഗ് ചെയ്ത് ആ പ്രോഡക്റ്റ് വേറെ ആൾക്കാർ മേടിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കമ്മീഷനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ഞാൻ എൻ്റെ ഒരു ചാനലിലും സ്പോൺസർഷിപ്പുകളോ ഒന്നും എടുക്കാറില്ല. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വൺ ഓഫ് ദി മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പാണ്. മറ്റുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, അതിലൂടെ നമുക്ക് സ്പോൺസർഷിപ്പ് റവന്യൂ ലഭിക്കും. ബട്ട് നമ്മൾ ഇപ്പോൾ 66.7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ ചാനലിലടക്കം ഒറ്റ സ്പോൺസർഷിപ്പുകൾ ഇത് എടുക്കാറില്ല. കാരണം അത് എൻ്റെ സ്വന്തം സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ബട്ട് അതിലൂടെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നുള്ള പല പ്രോഡക്റ്റുകൾ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രോഡക്റ്റുകൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു കമ്മീഷനാണ് മറ്റൊരു റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഇതിൽ നിന്ന് ആൾക്കാർ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും അത്രത്തോളം നമുക്ക് കമ്മീഷനായിട്ട് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. സോ അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ എഫേർട്ട് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ടാഗ് ചെയ്യുന്നു, വീഡിയോ എത്രത്തോളം കൂടുതൽ ആൾക്കാർ കാണുന്നു, അതിനുശേഷം ഈ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രത്തോളം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു സോഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ അപാര സാധ്യതയാണ്. ഞാനിപ്പോഴും യൂട്യൂബ് അല്ലാണ്ട് ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിനുള്ള സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കൂടുതൽ ഞാൻ ഇപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ടൈം യൂട്യൂബിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെയാണ് നമുക്കുണ്ട്, ബട്ട് അതിലോട്ട് നമുക്കധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. ബിക്കോസ് അത് മിക്കതും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യങ്ങളല്ല, കൂടുതൽ ലോങ് വീഡിയോസ് ആണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് മറ്റൊരു റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 4 എന്ന് പറയുന്നത് ഒക്കെ ഡിജിറ്റൽ ഓൺലൈനായിട്ട് ഉള്ള പാസീവ് സോഴ്സസ് ആണ്. അഞ്ചാമത്തെയും അവസാനത്തെയും റവന്യൂ സോഴ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഡിവിഡൻസ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഏർണിങ്സിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി ഷെയർസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ഒരു വിഹിതം ഡിവിഡൻഡായിട്ട് കമ്പനിയിൽ നിന്ന് ലഭിക്കും. അതും പാസീവ് ഇൻകം ആണ്. അപ്പോൾ നല്ല കമ്പനികൾ ചിലപ്പോൾ അവർ റീറ്റെയിൻ ചെയ്യും, അതല്ലെങ്കിൽ ഡിവിഡൻഡായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കമ്പനീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് കൂടുതൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന കമ്പനീസിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. നമ്മൾ നല്ല രീതിയിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ കൂടി വരും, റിസ്ക് അവിടെ ഉണ്ട്. ബട്ട് എന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ബെനിഫിറ്റ് മാത്രമാണ് ലഭിക്കുക. ഓക്കെ, നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റവന്യൂവിൽ നിന്ന് നിശ്ചിത എമൗണ്ട് നിർബന്ധമായും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അത് മ്യൂച്വൽ ഫണ്ട് ആവട്ടെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആവട്ടെ, ഇതിലോട്ടൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും നമുക്ക് ഒരു പാസീവ് ഇൻകം സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏരിയാസ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഇൻകം ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ പാസീവ് ഇൻകത്തിലോട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഫ്രീഡം കൂടുതൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആക്റ്റീവ് ഇൻകത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ 9 to 5 സർക്കിളിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൂടുതൽ പാസീവ് ഇൻകം സോഴ്സസിലോട്ട് കൺവേർട്ട് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് 2026 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. ദെൻ പലരും ചോദിക്കും എന്ത് കണ്ടന്റ്സിലോട്ടാണ് പോകേണ്ടത്. അതിന് നിങ്ങൾ കൂടുതൽ വായിക്കുക, നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. എങ്കിൽ സ്കില്ല് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ റവന്യൂ കൂടുന്നുള്ളതാണ്. വരുമാനം കൂട്ടണോ, ഇൻകം കൂട്ടണോ, നിർബന്ധമായും സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതിന് പഠിക്കുക, വായിക്കുക, വളരുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.